വീര്യം കുറഞ്ഞ മദ്യനികുതിയിൽ സ്പീക്കറുടെ അനുമതിയില്ലാതെ പ്രതിപക്ഷ നേതാവ് അഴിമതി ആരോപിച്ചത് ചട്ടലംഘനമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തീരുമാനം പുനഃപരിശോധിക്കുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയുമല്ലോ എന്നായിരുന്നു പ്രതികരണം. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഈ അഴിമതി ആരോപിച്ചത് എന്ന് വെച്ചുകഴിഞ്ഞാൽ മുൻ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ സഭാരേഖകളിൽ നിന്നൊക്കെ മാറ്റിയിരുന്നു. ഇപ്പോൾ ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി ഉന്നയിക്കുന്നത് എന്താണ്? റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയം അനുവദിക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സ്പീക്കറാണ്. ഈ കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ അനുവദിക്കണോ വേണ്ട തീരുമാനം എടുത്തതിന് ശേഷം അത് അനുവദിക്കില്ല എന്നുണ്ടെങ്കിൽ അത് അനുസരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണം ഉന്നയിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചട്ടം. അത് തെറ്റിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അത്തരത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചത്. അതുകൊണ്ടാണ് അത് നീക്കുന്ന നടപടികൾ ഉൾപ്പെടെ കാര്യങ്ങളിലേക്ക് പോയത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മദ്യത്തിന്റെ നികുതി കുറച്ചത് അത് പുനഃപരിശോധിക്കുമോ എന്ന് ചോദിച്ചു. അതിലൊരു തീരുമാനം മുഖ്യമന്ത്രി തന്നെ പറയും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും അത് ആ തീരുമാനം മുഖ്യമന്ത്രി പറയും എന്ന് പറയുന്നതിലൂടെ അതിലൊരു തിരുത്തലുണ്ടാകും എന്നുള്ളൊരു സൂചനയാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയും ചെയ്തത്. ശരി.